ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആരണ്യം. നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചിലങ്കമണിയും കരിമണിയും ചരടും വെച്ചിട്ട് ഒരു റൊട്ടേറ്റിംഗ് നോട്ട് ഇട്ട് അഡ്ജസ്റ്റബിൾ ടൈപ്പ് കുലുസ് ചെയ്യാനാണ് പോകുന്നത്. അതിൻ്റെ റൊട്ടേറ്റിംഗ് നോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലത്തെ റൊട്ടേഷൻ നോട്ടുകൾ നമുക്കതിന് ആദ്യം ഒരു നോട്ട് ഇട്ടതുകൊണ്ട് നമുക്ക് നമ്മുടെ ബീഡ്സ് കൊടുത്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആൻഡ് പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് കൊടുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു കരിമണിയും ചിലങ്കമണിയും കരിമണിയും ഇട്ടിട്ടാണ് കൊരുക്കുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് സ്ട്രോയാണ്. സ്ട്രോയിന് 1 ഇഞ്ച് അകലത്തിൽ കട്ട് ചെയ്തെടുത്തത്. അടുത്തതെന്ന് പറയുന്നത് ഒരു തലയിലൊക്കെ കുത്തുന്ന ഒരു സ്റ്റിക്കാണ്. നിങ്ങൾക്ക് ഇതുപോലെ പേനയോ പെൻസിലോ എന്തെങ്കിലും ഒരു ഉരുളൻ ഇതെടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ആദ്യം ഈ റൊട്ടേറ്റിംഗ് നോട്ട് എങ്ങനെ ഇടുന്നതെന്ന് കാണിക്കാം. സ്ട്രോയിൽ ക്രോസ് ആയിട്ട് ത്രെഡ് വെച്ചിട്ട് ഫസ്റ്റ് നോട്ട് മേളിൽ ചുറ്റി ബാക്കിയുള്ള നോട്ടുകൾ താഴേക്ക് ചുറ്റിയെടുക്കണം. എന്നിട്ട് ആ ചുറ്റിയ ത്രെഡ് തന്നെ സ്ട്രോയുടെ അകത്തൂടെ കയറ്റി നമ്മൾ പുറത്തെടുക്കുക. സ്ട്രോ തള്ളി പുറത്തെടുക്കണം. എന്നിട്ട് പതിയെ സാവധാനം നമ്മൾ ആ ത്രെഡ് വലിച്ച് താഴേക്കാക്കണം. നമുക്ക് എവിടെയാണോ അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റൻ ചെയ്യേണ്ടത് ആ പൊസിഷനിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ ബീഡിന് വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ബീഡ് ഹോൾഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് താഴേക്ക് ലെങ്ത് വലിച്ചുകൊണ്ട് പോകും. നമ്മൾ എന്നിട്ട് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എവിടെ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊസിഷനിലേക്ക് നീക്കി കൊടുക്കണം. റൈറ്റ് ഹാൻഡിൽ താഴത്തെ 3 വിരൽ വെച്ച് നമ്മളത് വലിച്ചു മുറുക്കുകയും തള്ളവിരലും ചൂണ്ടുവിരലും വെച്ച് അത് ടൈറ്റൻ ചെയ്യുകയും ചെയ്യണം. രണ്ടും ഒരു കയ്യിൽ തന്നെ നടക്കണം. അടുത്ത നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ട് ചുറ്റുന്നത് കാണിക്കാം. സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ചുറ്റുമ്പോഴും ചുറ്റി താഴേക്ക് തന്നെയാണ് ചുറ്റേണ്ടത്. അഡ്ജസ്റ്റ് ചെയ്ത് മേലോട്ട് കൊണ്ടുവരുമ്പോൾ ആ പോയിൻ്റിൽ നിന്ന് അത് ഊരിപ്പോവാതെ ജസ്റ്റ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ഈ ത്രെഡ് കയറ്റുന്നത്. ഇപ്പം പെൻസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഊരി പുറത്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ നോട്ട് അഴിഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് സെയിം അത് ചെയ്ത പോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ റോൾ ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോ തന്നെയാണ്. അതാകുമ്പം അതിനകത്തൂടെ നമുക്ക് കയറ്റാനുള്ളൊരു സ്പേസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ത്രെഡ് ഊരിപ്പോയോ അങ്ങനൊന്നും ചെയ്യത്തില്ല. മറ്റേ പെൻസിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നോട്ട് പുറത്ത് കൊണ്ടുവന്ന് അറ്റത്ത് കൊണ്ടുവന്നിട്ട് മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് സ്ട്രോ വലിച്ച് താഴേക്ക് മാറ്റാം. ഈ വെയിറ്റുള്ള ബീഡ്സൊക്കെ ഇടുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ അത് ഹോൾഡ് ചെയ്തേക്കണം. വെയിറ്റ് കാരണം നമ്മൾ ഈ ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് പോയിട്ട് ത്രെഡ് എവിടെയെങ്കിലും പോയി ആ ടൈ വീഴും. പിന്നെ നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള നീങ്ങി വരാനായിട്ടുള്ള നോട്ട് ഇടുന്നതിന് നമ്മൾ ആ ത്രെഡ് ലെങ്ത് നോക്കിയെടുക്കുക. എന്നിട്ട് ഒരു റോൾ ചെയ്തെടുത്തിട്ട് ആ റോള് കുറച്ച് മേലോട്ട് പിടിച്ച് അകത്തൂടെ ആ റോളിനകത്തൂടെ കയറ്റി പുറത്തെടുക്കുക. എന്നിട്ട് ടൈറ്റൻ ചെയ്താൽ മതി. എന്നിട്ട് ബാക്കി വേസ്റ്റ് വരുന്ന ത്രെഡ് കട്ട് ചെയ്താൽ മതി. സിമ്പിളായിട്ട് അതിടാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് റോൾ ചെയ്യുക. ആ റോൾ ചെയ്യുന്ന പോർഷനിലേക്ക് തന്നെ നമ്മൾ ത്രെഡ് കയറ്റി പുറത്തെടുക്കണം. എനിക്ക് ക്യാമറ എടുത്തു തരാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് അത് ഫ്രെയിം ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നമുക്ക് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുലുസ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ചെയ്ത പാറ്റേൺസൊക്കെ എനിക്ക് അയച്ചു തന്നിരുന്നാൽ മതി. താങ്ക് യു.